എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള മൊഡ്യൂളിലെ നമ്മളെ അടുത്ത ചാപ്റ്ററാണ് ഇന്ന്. 8ാം ക്ലാസ്സിലെ 17ാം അധ്യായം, 8ാം ക്ലാസ് സയൻസിലെ 17ാം അധ്യായം ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി അടിക്കുക. നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ 8ാം ക്ലാസ്സിലെ 16ാം അധ്യായമായിരുന്നു ജലം എന്നുള്ള അധ്യായമാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള 17ാമത്തെ അധ്യായമായ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്നുള്ള അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളുടെയും പല ഉപകരണങ്ങളെയും അതിൻ്റെ പല പല വേരിയൻസ്, അതിൻ്റെ ഓരോരോ ഉപയോഗങ്ങളും ഉള്ള ഇത് നമ്മൾ ഫോട്ടോസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മീനിൻ്റെ വല, അതേപോലെ വിവിധ ബോട്ടിൽ, ക്യാന്, നമ്മുടെ ചവിട്ടി, നമ്മുടെ PVC പൈപ്പ്, ടാങ്ക്, നമ്മുടെ സ്വിച്ച്, ടയർ, ഇതൊക്കെ നമ്മളെന്താണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒരു ബേസിക് പറയുകയാണ്. ഇവിടെ നമുക്ക് പോയിൻ്റുകളൊന്നും ഇല്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് പറയാം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വളരെയധികം പുരോഗതി കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ജീവിക്കുന്നത്. വൈവിധ്യമാർന്ന നിരവധി വസ്തുക്കൾ എന്ത് ചെയ്യും, നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിരവധി വസ്തുക്കൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഈ വസ്തുക്കളിൽ മിക്കവയും എന്താണ്, നമ്മുടെ കെമിസ്ട്രി അഥവാ രസതന്ത്രത്തിൻ്റെ സംഭാവനകളാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇനി പോളിമറുകൾ എന്നാണ് നമ്മുടെ ആദ്യത്തെ പോയിൻ്റ്. പോളിമറുകൾ അഥവാ പോളിമേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് പോളിമറുകൾ എന്ന് പറഞ്ഞാൽ? പോളിമറുകൾ എന്ന് പറഞ്ഞാൽ അനേകം ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ ആ ലഘു തന്മാത്രകൾക്ക് പറയുന്ന പേരാണ് മോണോമറുകൾ. അപ്പോൾ അനേകം ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ അനേകം മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളാണെന്ത്? പോളിമറുകൾ. അനേകം ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ മോണോമറുകൾ, ഈ ലഘു തന്മാത്രകളെ നമ്മൾ മോണോമറുകൾ എന്നും പറയുന്നത്. അപ്പോൾ ഈ അനേകം മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളാണെന്ത്? പോളിമറുകൾ. അനേകം മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളാണ് പോളിമറുകൾ. ബൃഹത് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ വലിയ തന്മാത്രകൾ, ചെറിയ കുറേ തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന ഈ ചെറിയ തന്മാത്രകളെ നമ്മൾ പറയുന്ന പേരാണ് മോണോമറുകൾ. മോണോമറുകൾ കൂടി ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രയാണെന്ത്? പോളിമറുകൾ. ഇനി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില പോളിമറുകൾക്ക് ഉദാഹരണം പറയാം. നമ്മുടെ പരുത്തി, സിൽക്ക്, കമ്പിളി, ചണം, ഇതൊക്കെ എന്താണ് നമ്മൾ പ്രാചീന കാലം മുതൽ അല്ലെങ്കിൽ പുരാതന കാലം മുതൽ തന്നെ ഉപയോഗിക്കുന്ന പോളിമറുകൾക്ക് ഉദാഹരണമാണ്. ഇവ കൂടാതെ എന്തൊക്കെയുണ്ട്? ചകിരി, റബ്ബർ എന്നിവയൊക്കെ എന്താണ്? പോളിമറുകളാണ്. ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മളെ പോളിമറുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന പോളിമറുകൾക്ക് ഉദാഹരണങ്ങൾ? പരുത്തി, സിൽക്ക്, കമ്പിളി, ചണം, അതുപോലെ ചകിരി, റബ്ബർ എന്നിവയൊക്കെ എന്താണ്? പോളിമറുകൾക്ക് ഉദാഹരണമാണ്. ഒരേപോലെയുള്ള അനേകം മുത്തുകൾ കൂടിച്ചേർന്ന് ആഭരണങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണെന്ത്? മോണോമർ തന്മാത്രകൾ കൂടിച്ചേർന്ന് പോളിമർ രൂപം കൊള്ളുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ മാല ഉണ്ടല്ലോ, മാലയിൽ ഓരോരോ മുത്തുകൾ ചേർത്തിട്ടാണല്ലോ അതൊരു മാലയായി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ ഓരോ മുത്തുകളെയും നമുക്ക് മോണോമറുകളായിട്ട് സങ്കല്പിക്കാം. അങ്ങനെ ഈ ഓരോ മുത്തുകളായ മോണോമറുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത്? വലിയ മാല എന്നുള്ള പോളിമർ ഉണ്ടാകുന്നത്. ഇതേപോലെയാണ് എന്ത്? ഈ തന്മാത്രകളുടെ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്. ഇനി നമുക്ക് ഒന്നുകൂടി ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗ്ലൂക്കോസ്, അതുപോലെ അമിനോ ആസിഡ് തുടങ്ങിയ തന്മാത്രകളൊക്കെ എന്താണ്? മോണോമറുകളാണ്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവയൊക്കെ എന്താണ്? മോണോമറുകൾക്ക് ഉദാഹരണമാണ്. ഈ തന്മാത്രകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? പോളിമറുകളായ അന്നജം, പ്രോട്ടീനൊക്കെ ഉണ്ടാകുന്നത് ഈ മോണോമറുകൾ ചേർന്നിട്ടാണ്. നമ്മൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവയൊക്കെ എന്താണ്? മോണോമർ തന്മാത്രകളാണ്. ഇവ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന പോളിമറുകൾക്ക് ഉദാഹരണമാണ് അന്നജവും പ്രോട്ടീനും.
അന്നജവും പ്രോട്ടീനൊക്കെ എന്താണ്? മോണോമറുകളായ ഗ്ലൂക്കോസും അമിനോ ആസിഡും ചേർന്നുണ്ടാകുന്ന പോളിമറുകൾക്ക് ഉദാഹരണമാണ് അന്നജവും പ്രോട്ടീനും. ഇനി പോളിമറുകളെ നമുക്ക് എന്ത് ചെയ്യാം? അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും നമുക്ക് ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ തരംതിരിക്കാം. പോളിമറുകളെ നമുക്ക് അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. പോളിമറുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത്? അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നത്. എന്തൊക്കെയായിട്ട് തരംതിരിക്കാം? ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. ഇനി ഫൈബറുകൾ എന്താണ്? ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളാണെന്ത്? ഫൈബറുകൾ. ഇപ്പം ബലമുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളെയാണ് നമ്മൾ ഫൈബറുകൾ എന്ന് പറയുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാലോ? പ്ലാസ്റ്റിക് ആകുമ്പോൾ വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണെന്ത്? പ്ലാസ്റ്റിക്. ഇപ്പോൾ വിവിധ രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണെന്ത്? പ്ലാസ്റ്റിക്. ഇനി റബ്ബർ ആണെങ്കിൽ എന്താണ്? ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണെന്ത്? റബ്ബർ. ഇലാസ്തിക സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന സ്വഭാവം. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണെന്ത്? റബ്ബർ. അപ്പോൾ ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ ഏതാണ്? ഫൈബറുകളാണ്. ഇനി പ്ലാസ്റ്റിക് ആണെങ്കിലോ നമുക്ക് വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറുകളാണെന്ത്? പ്ലാസ്റ്റിക്. റബ്ബർ ആണെങ്കിലോ ഇലാസ്തികതയുള്ള പോളിമറുകളാണ് റബ്ബർ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാമെന്ന് പറഞ്ഞത്. ജീവൻ്റെ ഉൽപ്പത്തിയും പോളിമറിലൂടെ. അപ്പോൾ ജീവൻ്റെ ഉൽപ്പത്തി നമ്മൾ മുന്നിൽ പറഞ്ഞു, ജലത്തിലായിരുന്നു ജീവൻ്റെ ഉൽപ്പത്തി എന്നുള്ളത്. ഇനി ഒന്നുകൂടി ജീവൻ്റെ ഉൽപ്പത്തിയും എന്താണ്? പോളിമറിലൂടെയാണ് എന്ത്? ജീവൻ്റെ ഉൽപ്പത്തിയും ഉണ്ടായത്. അതാണ് ഈ കോളത്തിൽ പറയുന്നത്. ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ച കാലത്ത് തന്നെ എന്താണ്? പോളിമറുകളും രൂപം കൊണ്ടിട്ടുണ്ട്. ഭൂമിയിൽ ജീവോൽപ്പത്തി ഉണ്ടായ കാലം മുതൽ തന്നെ എന്തുണ്ട്? പോളിമറുകളും രൂപം കൊണ്ടിരുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ട പോളിമറായ പ്രോട്ടീനുകളാണ് ജീവന് അടിത്തറയായത്. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ട പോളിമറായ പ്രോട്ടീനുകളാണെന്ത്? ജീവന് അടിത്തറയായത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാൽ, അമിനോ ആസിഡും ഗ്ലൂക്കോസും കൂടിച്ചേർന്നാൽ അന്നജം, പ്രോട്ടീൻ എന്നുള്ള പോളിമർ ഉണ്ടാകും. മോണോമറുകളായ അമിനോ ആസിഡും അന്നജവും കൂടി ചേർന്ന് എന്ത് ചെയ്യും? പോളിമറായ അന്നജവും പ്രോട്ടീനും ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. എന്താണ്? 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് അമിനോ ആസിഡുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യും? പോളിമറായ മോണോമറായ അമിനോ ആസിഡുകൾ ചേർന്നുകൊണ്ട് പോളിമറായ പ്രോട്ടീനുകൾ ഉണ്ടായി. ഈ പ്രോട്ടീനുകളാണ് എന്ത്? ജീവൻ്റെ അടിത്തറയായത്. ജീവൻ്റെ അടിത്തറയായത് എന്താണ്? പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീനുകൾ എന്താണ്? പോളിമറുകളാണ്. ഇത് നമ്മുടെ മോണോമറായ അമിനോ ആസിഡുകൾ ചേർന്നുകൊണ്ടാണ് എന്ത്? പ്രോട്ടീനുകൾ എന്ന പോളിമർ രൂപം കൊണ്ടത്. അപ്പോൾ ഈ പ്രോട്ടീനുകളിൽ നിന്നാണ് എന്ത്? ജീവോൽപ്പത്തി ഉണ്ടായത്. അല്ലെങ്കിൽ ജീവൻ്റെ അടിത്തറയായി കണക്കാക്കുന്നത് എന്താണ്? ഈ പ്രോട്ടീനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇനി മറ്റുള്ള ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പ്രോട്ടീന്, DNA, അന്നജം, സെല്ലുലോസ് എന്നിവയൊക്കെ എന്താണ്? പോളിമറിന് ഉദാഹരണമാണ്. പോളിമറിന് ഉദാഹരണങ്ങളാണ് ജീവജാലങ്ങളിൽ കാണുന്ന പ്രോട്ടീന്, DNA, അന്നജം, സെല്ലുലോസ് എന്നിവയൊക്കെ എന്താണ്? പോളിമറുകൾക്ക് ഉദാഹരണമാണ്. ഈ പോളിമറുകളെ എന്താണ് നമ്മൾ പറയുന്നത്? ബയോ പോളിമറുകൾ എന്ന് പറയുന്നു. അപ്പോൾ ബയോ പോളിമറുകൾക്ക് ഉദാഹരണം ഏതാണ്? ബയോ പോളിമറുകളുടെ ഉദാഹരണമാണ് പ്രോട്ടീന്, DNA, അന്നജം, സെല്ലുലോസ്. ബയോ പോളിമറുകൾക്ക് ഉദാഹരണം പ്രോട്ടീന്, DNA, അന്നജം, സെല്ലുലോസ് എന്നിവ എന്താണ്? ബയോ പോളിമറുകൾക്ക് ഉദാഹരണമാണ്. അതേപോലെ അപ്പോൾ ഈ ബയോ പോളിമറുകളെയും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോളിമറുകളായ പരുത്തി, ചണം, നമ്മുടെ ചകിരി നാര്, അതുപോലെ റബ്ബർ എന്നൊക്കെ പറഞ്ഞല്ലോ,
ഇതിനൊക്കെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് എന്താണ് പ്രകൃതിദത്ത പോളിമറുകൾ എന്ന് ഇവയൊക്കെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ബയോ പോളിമറുകളായ പ്രോട്ടീന്, അന്നജം, ബയോപോളിമറുകളായ പ്രോട്ടീന്, അന്നജം, DNA, സെല്ലുലോസ് എന്നിവയൊക്കെ എന്നിവയെയും അതുപോലെ മറ്റു പോളിമറുകളായ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ചണം, പരുത്തി, അതുപോലെ ചകിരി, റബ്ബർ എന്നിവയൊക്കെ ചേർത്തിട്ട് നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ് എന്ത് പ്രകൃതിദത്ത പോളിമറുകൾ എന്ന്. ഇപ്പോൾ നാച്ചുറൽ പോളിമർ അല്ലെങ്കിൽ പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണമാണ് ഈ ബയോ പോളിമറും നമ്മൾ നേരത്തെ പറഞ്ഞ ചകിരി, റബ്ബർ, പരുത്തി ഇവയൊക്കെ എന്താണ് പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണമാണ്. ഇനി ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിച്ച പോളിമറുകളെ പറയുന്ന പേരാണ് സിന്തറ്റിക് പോളിമർ അല്ലെങ്കിൽ ഓർഗാനിക് പോളിമർ. സിന്തറ്റിക് പോളിമർ അല്ലെങ്കിൽ ഓർഗാനിക് പോളിമർ എന്ന് പറയപ്പെടുന്നത് എന്താണ്? ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിച്ച പോളിമറുകളെയാണ്. ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിച്ച പോളിമറുകളെയാണ് നമ്മൾ സിന്തറ്റിക് പോളിമർ അല്ലെങ്കിൽ ഓർഗാനിക് പോളിമർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എന്ത്? നൈലോണ്, റയോണ്, പോളിത്തീന്, PVC. നൈലോണ്, റയോണ്, പോളിത്തീന്, PVC എന്നിവയൊക്കെ എന്താണ് സിന്തറ്റിക് പോളിമറുകൾക്ക് ഉദാഹരണമാണ്. സിന്തറ്റിക് പോളിമർ അല്ലെങ്കിൽ എന്ത് പോളിമറാണ്? സിന്തറ്റിക് പോളിമർ അല്ലെങ്കിൽ ഓർഗാനിക് പോളിമറിന് ഉദാഹരണമാണ് നൈലോണ്, റയോണ്, പോളിത്തീന്, PVC. നൈലോണ്, റയോണ്, പോളിത്തീന്, PVC എന്നിവയൊക്കെ എന്താണ് സിന്തറ്റിക് അല്ലെങ്കിൽ ഓർഗാനിക് പോളിമറുകൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പോളിമർ പറഞ്ഞു? ബയോ പോളിമർ പറഞ്ഞു. ബയോ പോളിമറിന് ഉദാഹരണം നമ്മൾ എന്തൊക്കെയാണ്? ബയോ പോളിമർക്ക് ഉദാഹരണമാണ് പ്രോട്ടീന്, DNA, അന്നജം, സെല്ലുലോസ് എന്നിവ എന്താണ് ബയോ പോളിമറിന് ഉദാഹരണമാണ്. ഇത് ഈ ബയോ പോളിമറും അതുപോലെ ചണം, ചകിരി, റബ്ബർ അങ്ങനെയുള്ള പോളിമറുകളെയൊക്കെ നമ്മൾ എന്ത് പറയുന്നു? പ്രകൃതിദത്ത പോളിമർ അല്ലെങ്കിൽ നാച്ചുറൽ പോളിമർ എന്ന് പറയുന്നു. ഇനി ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിച്ച പോളിമറുകളെ നമ്മൾ ഓർഗാനിക് പോളിമർ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമറുകൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണമാണെന്ത്? നൈലോണ്, റയോണ്, പോളിത്തീന്, PVC എന്നിവയൊക്കെ എന്താണ് സിന്തറ്റിക് അല്ലെങ്കിൽ ഓർഗാനിക് പോളിമറുകൾക്ക് ഉദാഹരണമാണ്. ലാബിൽ അല്ലെങ്കിൽ ശാസ്ത്ര പരീക്ഷണ ലാബിൽ നിർമ്മിച്ച പോളിമറുകളാണെന്ത്? സിന്തറ്റിക് പോളിമർ അല്ലെങ്കിൽ ഓർഗാനിക് പോളിമർ. അതിൻ്റെ ഉദാഹരണം പോളിത്തീന്, PVC, നൈലോണ്, റയോണ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു അനേകം മോണോമറുകൾ ചേർന്നുകൊണ്ടാണ് പോളിമർ രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞു. ഈ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്? പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ. അപ്പോൾ മോണോമറുകൾ ചേർന്ന് പോളിമറുകൾ ഉണ്ടാകുന്ന ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം കുറേ മോണോമറുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യും? പോളിമറുകൾ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മനുഷ്യനിർമ്മിത ഫൈബറുകൾ അല്ലെങ്കിൽ മാൻ മെയ്ഡ് ഓർ സിന്തറ്റിക് ഫൈബേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് സിന്തറ്റിക് അല്ലെങ്കിൽ ഓർഗാനിക് ഫൈബർ. ഇത് മനുഷ്യനിർമ്മിതമാണല്ലോ. ശാസ്ത്ര ലാബിൽ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്ര പരീക്ഷണശാലകളിൽ നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ അത് മനുഷ്യനിർമ്മിച്ചത് തന്നെയാണ്. പ്രകൃതിദത്ത ഫൈബറുകളായ കോട്ടണ്, സിൽക്ക്, മറ്റു നാരുകൾ മുതലായവ നമുക്ക് എന്താണ് എല്ലാ ആവശ്യങ്ങൾക്കും മതിയാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് പല മേന്മകളും ഉണ്ടെങ്കിലും എന്താണ് പ്രത്യേക ആവശ്യങ്ങൾക്ക് അഭിലഷണീയമായ ചില ഗുണങ്ങൾ എന്താണ് മനുഷ്യനിർമ്മിത ഫൈബറുകൾക്ക് ഉണ്ടാവാറില്ല. മനുഷ്യനിർമ്മിത അല്ല, പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ പ്രകൃതിദത്ത ഫൈബറിന് ഒരുപാട് ഗുണങ്ങളിൽ എന്താണ് ചില പരിമിതികളുണ്ട്. അതെന്താ വെച്ചാൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവയെ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ പരിമിതി മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് സിന്തറ്റിക് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ഫൈബറുകൾ കണ്ടുപിടിച്ചത്. വസ്ത്രനിർമ്മാണ രംഗത്ത് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന നൈലോണ്, ടെറിലീന് മുതലായ കൃത്രിമ നാരുകളൊക്കെ എന്താണ് ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിത പോളിമറുകളാണ്. നമ്മൾ മനുഷ്യനിർമ്മിത പോളിമറുകൾ അല്ലെങ്കിൽ ഓർഗാനിക് പോളിമർ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞതാണ് നൈലോണ്, റയോണ്, പോളിത്തീന്, PVC എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി ഓർക്കേണ്ടതാണ് ടെറിലീന്. ടെറിലീനും നൈലോണൊക്കെ എന്താണ് കൃത്രിമ നാരുകളാണ്.
ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ച സിന്തറ്റിക് പോളിമറിന് ഉദാഹരണമാണ്. വസ്ത്രനിർമ്മാണ രംഗത്തേക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കണ്ടുപിടുത്തം നടത്തിയത്. ഇനി കൃത്രിമ പോളിമറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതിദത്ത നൂൽത്തരങ്ങളേക്കാൾ വിലക്കുറവാണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്ത നൂൽത്തരങ്ങളേക്കാൾ വിലക്കുറവാണ്, കൂടുതൽ ഈട് നിൽക്കും, അതേപോലെ എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല, നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങും. ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? പ്രകൃതിദത്ത നൂൽത്തരങ്ങളേക്കാൾ വിലക്കുറവാണ്, കൂടുതൽ ഈട് നിൽക്കും, എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല, നനഞ്ഞാൽ വേഗത്തിൽ എന്ത് ചെയ്യും? ഉണങ്ങുകയും ചെയ്യും. ഇപ്പോൾ കൃത്രിമ നൂൽത്തരങ്ങളുടെ മേന്മകളാണ് അത് പറഞ്ഞത്. ഇനി ഇതിൻ്റെ പരിമിതികളുണ്ട്. പരിമിതികൾ എന്താണ്? വായു സഞ്ചാരം കൂടുതലാണോ കുറവാണോ? കൃത്രിമ നാരുകളിൽ വായു സഞ്ചാരം കുറവാണ്. ജലാംശം ആഗിരണം ചെയ്യാനുള്ള കഴിവ് എന്താണ്? കുറവാണ്. ചൂടുള്ള കാലാവസ്ഥയ്ക്ക് എന്താണ്? അനുയോജ്യമല്ല. തീ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. നമ്മളിപ്പോൾ മേന്മകൾ പറഞ്ഞു. പരിമിതികൾ എന്താണ്? വായു സഞ്ചാരം കുറവാണ്, ജലാകിരണം ചെയ്യാനുള്ള ശേഷി കുറവാണ്, ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല, തീ പിടിക്കാനുള്ള പ്രവണത എന്താണ്? കൂടുതലാണ്. ഇപ്പോൾ മേന്മകൾ നമ്മൾ പറഞ്ഞു. പ്രകൃതിദത്ത നൂൽത്തരങ്ങളേക്കാൾ വിലക്കുറവാണ്, കൂടുതൽ ഈട് നിൽക്കും, എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല, നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങും. ഇനി ഇതിൻ്റെ ദോഷങ്ങളാണെങ്കിൽ വായു സഞ്ചാരം കുറവാണ്, ജലാംശം ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറവാണ്, അതുപോലെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല, തീ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. ഇനി നൈലോണും റയോണും. നമുക്കിനി നൈലോണിനെ കുറിച്ച് പഠിക്കാം, അതിൻ്റെ പേര് വന്ന കാര്യങ്ങളൊക്കെ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് എന്ത്? നൈലോൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോണാണ്. നൈലോണിന് ഈ പേര് വന്നത് 2 നഗരങ്ങളുടെ പേരിൽ നിന്നാണ്. ലണ്ടന്, ന്യൂയോർക്ക് എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് എന്ത്? നൈലോണിന് ആ പേര് വന്നത്. അത് നമുക്ക് നൈലോൺ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ NY എന്നുള്ളത് എന്താണ്? ന്യൂയോർക്ക് എന്നും LON എന്നുള്ളത് എന്താണ്? ലണ്ടൻ എന്നുമാണ്. അപ്പോൾ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ നൂൽത്തരം ഏതാണ്? നൈലോണാണ്. നൈലോണിന് ആ പേര് വന്നത് ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ്. ഈ നഗരങ്ങളിലാണ് എന്ത്? നൈലോൺ ആദ്യമായിട്ട് വിറ്റഴിക്കപ്പെട്ടത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് എന്ത്? റയോൺ. അപ്പോൾ കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂൽത്തരം ഏതാണ്? റയോൺ. ആദ്യമായി ഉണ്ടാക്കിയ കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോണാണ്. എന്നാൽ കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂൽത്തരം ഏതാണ്? റയോണാണ്. അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് എന്ത്? റയോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നതും റയോണാണ്. പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമാണ് എന്ത്? റയോണിനുള്ളത്. പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമാണ് റയോണിനുള്ളത്. പട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ പട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ നൂൽത്തരം ഏതാണ്? റയോണാണ്. പ്രകൃതിദത്ത സിൽക്കിൻ്റെ സമാന സ്വഭാവമാണ് എന്ത്? റയോണിന് ഉള്ളത്. ഇനി അല്പം പ്ലാസ്റ്റിക് ചരിത്രം എന്നുള്ളതിൽ നമുക്ക് പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്ലാസ്റ്റിക് എന്ന വാക്ക് വന്നത് എവിടെ നിന്നാണ്? പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്. പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്. പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്താണ്? രൂപമാറ്റം വരുത്താൻ കഴിയുന്നത്. രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്ന ഗ്രീക്ക് വാക്കായ പ്ലാസ്റ്റിക്കോസിൽ നിന്നാണ് എന്ത്? പ്ലാസ്റ്റിക്കിന് ആ പേര് വന്നത്. 1856 അലക്സാണ്ടർ പാർക്സ് നിർമ്മിച്ചെടുത്ത പാർക്കിസീൻ എന്ന പദാർത്ഥമാണെന്ത്? പ്ലാസ്റ്റിക്കിന് സമാനമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വസ്തു. 1856 അലക്സാണ്ടർ പാർക്സ് നിർമ്മിച്ച പാർക്കിസീൻ എന്ന പദാർത്ഥമാണെന്ത്? പ്ലാസ്റ്റിക്കിന് സമാനമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വസ്തു. അപ്പോൾ പ്ലാസ്റ്റിക്കിന് സമാനമായി നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ വസ്തു ഏതാണ്? പാർക്കിസീനാണ്. നിർമ്മിച്ചതാരാണ്? അലക്സാണ്ടർ പാർക്സ് ആണ്. 1856 വർഷം. അപ്പോൾ പ്ലാസ്റ്റിക്കിന് സമാനമായ പാർക്കിസീൻ എന്ന പദാർത്ഥം നിർമ്മിച്ചതാരാണ്? അലക്സാണ്ടർ പാർക്സ് ആണ്. 1856. ഇപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക്കിന് സമാനമായി നിർമ്മിക്കപ്പെട്ട വസ്തു ഏതാണ്? പാർക്കിസീനാണ്.
നിർമ്മിച്ചതാരാണ്? അലക്സാണ്ടർ പാർക്സ് ആണ്. 1856 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ നടന്നത്. അതിൻ്റെ ഒരു വർഷം മുമ്പാണ് എന്ത് പ്ലാസ്റ്റിക്കിന് സമാനമായ ആദ്യത്തെ വസ്തു ലോകത്ത് നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ പേരാണെന്ത് പാർക്കിസീന്. അത് കണ്ടുപിടിച്ചതാരാണ്? അലക്സാണ്ടർ പാർക്സ് ആണ്. ഇനി 1909 എന്താണ് ലിയോ ബേക്കലൻഡ് എന്ന ബെൽജിയൻ ശാസ്ത്രജ്ഞൻ നിർമ്മിച്ച ബേക്കലൈറ്റ് ആണെന്ത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. അപ്പോൾ ആദ്യത്തെ പ്ലാസ്റ്റിക്കിന് സമാന വസ്തു എന്താണ്? അത് നമ്മൾ പറഞ്ഞ പാർക്കിസീനാണ്. അപ്പോൾ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പ്ലാസ്റ്റിക്കിന് സമാനമായ വസ്തു എന്താണ്? അലക്സാണ്ടർ പാർക്സ് നിർമ്മിച്ച പാർക്കിസീനാണ്. എന്നാൽ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? ലിയോ ബേക്കലൻഡ്. ലിയോ ബേക്കലൻഡ് എന്ന ബെൽജിയൻ ശാസ്ത്രജ്ഞനാണ് 1909 ബേക്കലൈറ്റ് എന്ന കൃത്രിമ പ്ലാസ്റ്റിക് ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. കണ്ടെത്തിയത് അല്ലെങ്കിൽ നിർമ്മിച്ചത് ആരാണ്? ലിയോ ബേക്കലൻഡ് എന്ന ബെൽജിയൻ ശാസ്ത്രജ്ഞനാണ്. 1909 വർഷം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പ്ലാസ്റ്റിക്കിന് സമാനമായ ആദ്യത്തെ വസ്തു പ്ലാസ്റ്റിക്കും കൃത്രിമ പ്ലാസ്റ്റിക്കും രണ്ടും മാറിപ്പോകരുത്. പ്രധാനപ്പെട്ട ഭാഗമാണ്. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്തത് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പേര് വന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് പ്ലാസ്റ്റിക്കുകൾ എന്താണെന്ന് നോക്കാം. നാരുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള പോളിമറുകളാണെന്ത് പ്ലാസ്റ്റിക്കുകൾ. നാരുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള പോളിമറുകളാണെന്ത് പ്ലാസ്റ്റിക്കുകൾ. മനുഷ്യ ജീവിതത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിവരച്ച വസ്തുക്കളാണെന്ത് പ്ലാസ്റ്റിക്കുകൾ. പ്ലാസ്റ്റിക്കുകൾ കൃത്രിമ പോളിമറുകളാണ്. ഗാർഹിക ഉപകരണങ്ങൾ മുതൽ കൃത്രിമ ഹൃദയ വാൽവുകൾ വരെ നിർമ്മിക്കാൻ വിവിധ ഇനം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമാണ് പറയുന്നത്. പ്ലാസ്റ്റിക് എന്താണ്? ഒരു കൃത്രിമ പോളിമറാണ്. അതേപോലെ നാരുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള പോളിമറുകളാണ് പ്ലാസ്റ്റിക്. ഈ 2 പോയിൻ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പ്ലാസ്റ്റിക്കുകളെ പോലെ തന്നെ എന്താണ് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുള്ള പദാർത്ഥങ്ങൾ വേറെ ഇല്ല. പ്ലാസ്റ്റിക്കിൻ്റെ അത്ര ഉപയോഗമുള്ള വേറൊരു പദാർത്ഥം എന്തില്ല? വേറെ ഇല്ല. വ്യത്യസ്ത ഗുണങ്ങളുള്ള പ്ലാസ്റ്റിക്കുകൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഗുണങ്ങളിലുള്ള വൈജാത്യമാണെന്ത് പ്ലാസ്റ്റിക്കിന് ഉപയോഗപ്രദമാക്കുന്നത്. അപ്പോൾ ഈ ഗുണങ്ങളിലുള്ള വൈജാത്യം കാരണമാണെന്ത് പ്ലാസ്റ്റിക് കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു ഇലാസ്റ്റികതയുള്ള പോളിമറാണ് എന്ത് റബ്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ റബ്ബറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇലാസ്റ്റികത സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് എന്ത് റബ്ബർ. അപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്രകൃതിദത്ത പോളിമറാണ്. റബ്ബറിൻ്റെ പ്രത്യേകത എന്താണ്? ഇലാസ്റ്റികതയുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക സ്വഭാവമുള്ള ഒരു പോളിമറാണ് എന്ത് റബ്ബർ. ഇലാസ്റ്റികത എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള കഴിവാണ് എന്ത് ഇലാസ്റ്റികത എന്ന് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് എന്ത് റബ്ബർ. റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ നിന്നാണ് എന്ത് റബ്ബർ വേർതിരിക്കുന്നത്. ഈ റബ്ബർ പാലിനെ പറയുന്ന പേരാണ് ലാറ്റക്സ്. അപ്പോൾ റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബർ പാലിൽ നിന്നാണ് എന്ത് നമ്മൾ റബ്ബർ വേർതിരിച്ചെടുക്കുന്നത്. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നിട്ടുണ്ടായുള്ള പോളിമറാണ് എന്ത് റബ്ബർ. അപ്പോൾ റബ്ബർ ഉണ്ടായത് എങ്ങനെയാണ്? ഐസോപ്രീൻ എന്നുള്ള മോണോമർ തന്മാത്രകൾ ചേർന്നിട്ടാണ് എന്ത് റബ്ബർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രീൻ. ഐസോപ്രീൻ എന്നുള്ള മോണോമറുകൾ കൂടി ചേർന്നാണ് എന്ത് റബ്ബർ എന്നുള്ള പോളിമർ ഉണ്ടായത്. റബ്ബറിൻ്റെ പ്രത്യേകത എന്താണ്? ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. അപ്പോൾ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. റബ്ബറിൻ്റെ സ്വഭാവങ്ങൾ ഉള്ള കൃത്രിമ പോളിമറുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇവ കൃത്രിമ റബ്ബർ എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ ഐസോപ്രീൻ എന്താണ്? റബ്ബറിൻ്റെ പോളിമറാണെന്ന് പറഞ്ഞു. ഇനി കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്ത് നിയോപ്രീന്, തയോക്കോള്, ബ്യൂണ എസ്, ബ്യൂണ എൻ. അപ്പോൾ കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നോട്ട് ചെയ്ത് വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കൃത്രിമ റബ്ബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ് നിയോപ്രീന്,
തയോക്കോള്, ബ്യൂണ എസ്, ബ്യൂണ എൻ. അപ്പോൾ ഐസോപ്രീൻ റബ്ബറിൻ്റെ പോളിമറാണ്. അപ്പോൾ ഇനി കൃത്രിമ റബ്ബറിന് ഉദാഹരണങ്ങളാണ് നിയോപ്രീൻ. ഐസോപ്രീനും നിയോപ്രീനും ഒരിക്കലും മാറരുത്. നിയോപ്രീന്, തയോക്കോള്, ബ്യൂണ എസ്, ബ്യൂണ എൻ. ബ്യൂണ എസ്, ബ്യൂണ എൻ, തയോക്കോള്, നിയോപ്രീൻ. 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 ഇപ്പോൾ കൃത്രിമ റബ്ബറുകൾ അങ്ങനെ ഒരു ഫ്ലോയിലൊരു കവിത ആക്കി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്കൊന്നും കൂടി മനസ്സിൽ നിൽക്കും. ബ്യൂണ എസ്, ബ്യൂണ എൻ, തയോക്കോള്, നിയോപ്രീൻ. ബ്യൂണ എസ്, ബ്യൂണ എൻ, തയോക്കോള്, നിയോപ്രീൻ. കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണിത്. ബ്യൂണ എസ്, ബ്യൂണ എൻ, തയോക്കോള്, നിയോപ്രീൻ എന്നിവ. ഇനി ഇവിടെ നമ്മളോട് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങൾക്കറിയാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ്. ഇനി ഇവിടെ സന്ദർഭം, സവിശേഷത എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളും അത് ഉപയോഗിക്കാൻ അവിടെ ഉപയോഗിക്കുന്നതിന് കാരണമുള്ള അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈദ്യുത ചാലകങ്ങളിൽ എന്താണ് ആവരണം ചെയ്യുന്നു, നമ്മളെ വയറുകളിലൊക്കെ ആവരണം ചെയ്തു വരുന്നു. അതിനെന്താണ് വൈദ്യുത വാഹിയല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ത് വൈദ്യുത ചാലകങ്ങളിൽ ആവരണം ചെയ്യുന്നത്. ഇനി പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് താപവാഹിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ചൂടിനെ വഹിക്കില്ല പ്ലാസ്റ്റിക്, അതുകൊണ്ടാണ് എന്ത് പാചകപാത്രങ്ങളുടെ കൈപ്പിടിയായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ രാസപദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? രാസപദാർത്ഥങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്തില്ല, അതുകൊണ്ടാണ് പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ജലവുമായിട്ടുള്ള പ്രവർത്തനം നടത്താതെ കൊണ്ടാണ് എന്ത് വാട്ടർ ടാങ്കുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഏത് ഷേപ്പിലും മാറ്റം വരുത്താൻ കഴിയുന്നതാണെന്ത് പ്ലാസ്റ്റിക്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ഗൃഹോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഉപകരണങ്ങൾ പല ഷേപ്പിലായിരിക്കും. പിന്നെ അതുപോലെ അങ്ങനെ പല ഷേപ്പിലായിരിക്കും. അതുകൊണ്ടാണ് ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും എന്നുള്ള ടോപ്പിക്കാണ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കണം, ഇതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ പ്ലാസ്റ്റിക്കിന് എങ്ങനെയാണ് ഈ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് രണ്ട് വിധത്തിലായി പ്ലാസ്റ്റിക്കിനെ തരംതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക്കുകളെ നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്നും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് മാനദണ്ഡമാക്കിയാണ് നമ്മൾ പ്ലാസ്റ്റിക്കുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്? അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകളെ തരംതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് എന്ന് ചോദിച്ചാൽ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാസ്റ്റിക്കുകളെ തരംതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ടാണ് പ്ലാസ്റ്റിക്കുകളെ തരംതിരിച്ചിട്ടുള്ളത്. തെർമോ പ്ലാസ്റ്റിക് എന്നും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നായിട്ട് നമ്മൾ അങ്ങനെ രണ്ട് വിധത്തിലാണ് നമ്മൾ പ്ലാസ്റ്റിക്കുകളെ തരംതിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മാനദണ്ഡം എന്നാണ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ രണ്ട് വിഭാഗമായിട്ട് പ്ലാസ്റ്റിക്കിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി തെർമോ പ്ലാസ്റ്റിക് എന്താണ്? ചൂടാക്കുമ്പോൾ എന്താവും? മൃദുവാകും. തണുപ്പിക്കുമ്പോൾ എന്താവും? ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക്. ഇപ്പോൾ തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാകും, സോഫ്റ്റ് ആകും. ഇനി അത് തണുപ്പിച്ചാലോ ദൃഢമാവുകയും ചെയ്യും. ഈ പ്രവർത്തനം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാകും, തണുപ്പിക്കുമ്പോൾ അത് ദൃഢവുമാകും. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. എത്ര തവണ ചെയ്താലും എങ്ങനെയാണ്? ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവും, തണുക്കുമ്പോൾ ഹാർഡാവും. ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആകും, തണുക്കുമ്പോൾ ഹാർഡാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ്? തെർമോ സെറ്റിംഗ് എന്നുള്ളതിൽ നമ്മൾ ആ പേരിൽ തന്നെയുണ്ട് സെറ്റാണ്. സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റാണ്. പിന്നെന്താണ്? അവിടെ വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ എന്തായിരിക്കും?
മൃദുവായിരിക്കും. എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണെന്ത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. പേരിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. തെർമോസെറ്റിംഗ്, അത് പിന്നെ സെറ്റാണ്, പിന്നെന്താണ്, മാറ്റം വരില്ല. തണുത്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റാണ്, പിന്നെ അതൊരിക്കലും മാറ്റം വരില്ല. അപ്പോൾ നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ എന്ത് ചെയ്യും? മൃദുവായിരിക്കും. നമ്മൾ തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിലും തെർമോ സെറ്റിംഗ് ആണെങ്കിലും എന്താണ്, ചൂടാക്കുമ്പോൾ എപ്പോഴും മൃദുവായിരിക്കും. പക്ഷെ തെർമോ സെറ്റിംഗ് ആണെങ്കിൽ എന്താണ്, അത് പിന്നെ തണുത്ത് കഴിഞ്ഞാലും അവിടെ സെറ്റാണ്, അവിടെ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ സെറ്റിംഗ്, സെറ്റ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്താലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ്? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കും. എന്നാൽ തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ സെറ്റിംഗ്. ദൃഢമായി കഴിഞ്ഞാൽ പിന്നെ ഇവയെ ചൂടാക്കിയാൽ വീണ്ടും രൂപമാറ്റം വരുത്തുവാൻ സാധ്യമല്ല. അപ്പോൾ ദൃഢമായി കഴിഞ്ഞാൽ എന്താണ്, ഇവയെ പിന്നെ എന്ത് ചൂടാക്കിയാലും രൂപമാറ്റം വരുത്താൻ സാധ്യമല്ല. ഇനി ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾക്ക് പഠിക്കാണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. അപ്പോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ തെർമോ സെറ്റിംഗ് എന്താണ്? അത് സെറ്റാണ്, അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്, പിന്നെ അതൊരിക്കലും ചൂടാക്കിയാൽ രൂപമാറ്റം വരുത്താൻ കഴിയില്ല. ഇനി ഇതിൻ്റെ ഉദാഹരണം നമുക്ക് അതിൻ്റെ ആ ഘടന വെച്ച് കണ്ട് നോക്കാം. പോളിമർ ഘടന വെച്ചിട്ട് ചിത്രസഹിതം നോക്കാം, അപ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. വിവിധ പ്ലാസ്റ്റിക്കുകൾ എന്താണ്, അവയുടെ തന്മാത്രാ ഘടനയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ തെർമോ പ്ലാസ്റ്റിക്കുകളെ എന്താണ്, ലീനിയർ പോളിമർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ലീനിയർ പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്, തെർമോ പ്ലാസ്റ്റിക്കുകളാണെന്ത്, ലീനിയർ പോളിമർ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. തെർമോ പ്ലാസ്റ്റിക്കുകളെ നമ്മൾ എന്ത് വിളിക്കും? ലീനിയർ പോളിമർ എന്നും വിളിക്കും. മോണോമറുകൾ നേർരേഖയിൽ ചേർന്നുണ്ടാകുന്നവയാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്താണ്? തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ ലീനിയർ പോളിമർ എന്ന് വിളിക്കുന്നത് എന്താണ്, തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. ഇതിൻ്റെ ഘടന എങ്ങനെയാണ്, ഇതിൻ്റെ മോണോമർ ഘടന എങ്ങനെയാണ്? നീളത്തിലുള്ള മോണോമറുകൾ ചേർന്നിട്ടാണ് എന്ത്, ലീനിയർ പോളിമർ അല്ലെങ്കിൽ തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ ഘടന വരുന്നത്. നീളത്തിൽ മോണോമറുകൾ ചേർന്നിട്ടാണ് എന്ത്, ലീനിയർ പോളിമർ അല്ലെങ്കിൽ തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ ഘടന വരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ്, ചിത്രത്തിൽ കാണുന്ന പോലെ നീളത്തിലാണ്. ഇതിൻ്റെ പോളിമർ ഇങ്ങനെ നീളത്തിലാണ് വരിക. അങ്ങനെ വരുന്നത് കൊണ്ടാണ് എന്താണ്, അത് വീണ്ടും നമുക്ക് ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവും, തണുത്ത് കഴിഞ്ഞാൽ എന്താവും, മൃദുവാവും. വീണ്ടും ചൂടാക്കിയാൽ അത് സോഫ്റ്റ് ആവും. അങ്ങനെ നമുക്ക് എത്ര തവണയും ചെയ്യാം. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്താണ്, മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്ന് അല്ലെങ്കിൽ ക്രോസ് ലിങ്ക്ഡ് ഘടനയുള്ളവയാണ്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഘടന എങ്ങനെയാണ്, മോണോമറുകൾ ക്രോസ് ലിങ്ക്ഡ് ആണ്, അതായത് പല ദിശയിലും കുറുകെ ചേർന്നുകൊണ്ടാണ് എന്ത്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളിലെ മോണോമർ ഘടന. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളിലെ മോണോമർ ഘടന എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് ആണ്, പല ദിശകളിലും എന്താണ്, കുറുകെ ചേർന്നാണ് എന്ത്, അതിൻ്റെ തന്മാത്ര ഘടന. അതിൻ്റെ ഫോട്ടോ തെർമോ സെറ്റിങ്ങിൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്നറിയപ്പെടുന്നത് എന്താണ്, ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്നറിയപ്പെടുന്നത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ നമുക്ക് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് വിളിക്കും. അതിന് കാരണം എന്താണ്, ഇതിൻ്റെ മോണോമറുകൾ വിവിധ ഭാഗങ്ങളിൽ എന്താണ്, കുറുകെ ആയിട്ടാണ് ഇതിൻ്റെ പോളിമർ ഘടന സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ തെർമോ പ്ലാസ്റ്റിക്കിലാണെങ്കിൽ എന്താണ്, ലീനിയർ എന്ന് വിളിക്കും, അത് ലൈനായിട്ടാണ്, ലീനിയർ ലൈന്. അപ്പോൾ നമ്മൾ ലീനിയർ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ക്രോസ് ലിങ്ക്ഡ് പോളിമർ, ലീനിയർ പോളിമർ എന്നിങ്ങനെ തെർമോ പ്ലാസ്റ്റിക്കിനെ ലീനിയർ പോളിമർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്, ഇതിൻ്റെ പോളിമർ ലൈനായിട്ടാണ്. ആ പേരിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പോളിമർ എന്താണ്, ലൈനായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ലീനിയർ പോളിമർ എന്ന് പറയുന്നത് തെർമോ പ്ലാസ്റ്റിക്കിന്. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ പോളിമറുകൾ എങ്ങനെയാണ്, ക്രോസ് ലിങ്ക്ഡ് ആണ്, വിവിധ ദിശകളിൽ എന്താണ്, കുറുകെ ആയിട്ടാണ് ഇതിൻ്റെ ഘടന കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്ത്, ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ പോളിമറുകൾ വിവിധ ദിശകളിൽ കുറുകെ ആയിട്ട് ക്രോസ് ആയിട്ടായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം. അപ്പോൾ നമുക്ക് തെർമോ സെറ്റിംഗ് എന്താണെന്നും തെർമോ പ്ലാസ്റ്റിക് എന്താണെന്നും നിങ്ങൾ ആ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി, അതിൻ്റെ പോളിമർ ഘടനയും മനസ്സിലാക്കി. ഇനി നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും അതേപോലെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും നമുക്ക് ചിലപ്പോൾ സമാന ബന്ധം കണ്ടെത്താനോ അല്ലെങ്കിൽ നമുക്ക് തരംതിരിക്കാനോ ഒറ്റയാനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനൊക്കെ നമുക്ക് വരാവുന്ന ഒരു ഭാഗമാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നിർബന്ധമായിട്ടും പഠിക്കുക. ആദ്യം നമുക്ക് തെർമോ പ്ലാസ്റ്റിക്കുകൾ നോക്കാം. തെർമോ പ്ലാസ്റ്റിക് എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാകും, തണുപ്പിച്ച് കഴിഞ്ഞാലോ ഹാർഡാകും. ഇത് നമുക്ക് എത്ര തവണയും ഇതുപോലെ ചെയ്യാം. അപ്പോൾ അത് പെർമനൻ്റ് അല്ല. തെർമോ പ്ലാസ്റ്റിക് ആ കൺസെപ്റ്റ് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യുക? ചൂടാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും, അത് തണുത്ത് കഴിഞ്ഞാൽ എന്താവും? ദൃഢമാവുകയും ചെയ്യും. ഇത് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളാണെന്ത്? തെർമോ പ്ലാസ്റ്റിക്കുകളെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണമാണ് പോളിത്തീൻ, അതേപോലെ PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമായ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC. പോളിത്തീന് നമുക്കറിയാം, നമ്മുടെ വിറക് പെര അതുപോലെ ഷെഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നീല കളർ ഒരു ഷീറ്റ് നമ്മൾ കെട്ടാറില്ലേ, അതൊക്കെ പോളിത്തീൻ ഷീറ്റാണ്. ഓക്കെ, ഇനി പോളിത്തീൻ്റെ ഉപയോഗം എന്താണ്? വിവിധ പാക്കറ്റുകൾ അതേപോലെ ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നതിന് എന്താണ്? പോളിത്തീനാണ് ഉപയോഗിക്കുന്നത്. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണെന്ത്? പോളിത്തീൻ. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീൻ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ട്യൂബുകൾ, പാക്കറ്റുകൾ, കണ്ടെയ്നറുകൾ. ഇനി പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC. ഇലക്ട്രിക്കൽ വയറിങ്ങിന് അതേപോലെ പ്ലംബിങ്ങിന്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻ കോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നതിനാണ് PVC ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പൈപ്പുകളുണ്ടല്ലോ, അത് PVC ആണ്, പോളിവിനൈൽ ക്ലോറൈഡാണ്. ഇലക്ട്രിക്കൽ വയറിങ്ങിന്, പ്ലംബിങ്ങിന്, അതുപോലെ നമ്മുടെ ഷൂസുകൾ, അതുപോലെ ഹാൻഡ് ബാഗുകൾ, അതുപോലെ നമ്മുടെ റെയിൻ കോട്ടുകൾ, അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ, നമ്മൾ സാധാ കാണുന്ന പ്ലാസ്റ്റിക് ഫർണിച്ചറുകളൊക്കെ നിർമ്മിക്കുന്നത് എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് കൊണ്ടാണ്, അഥവാ PVC കൊണ്ടാണ്. അപ്പോൾ പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡും രണ്ട് പോളികളും എന്താണ്? തെർമോ പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. ഇതിൻ്റെ ഉപയോഗവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ് ബേക്കലൈറ്റും മെലാനിൻ ഫോർമാൽ ഡീഹൈഡ് റെസിനും. മെലാമിൻ ഫോർമാലും ഡീഹൈഡ് റെസിനും. ബേക്കലൈറ്റ്, മെലാമിൻ ഫോർമാൽ, ഡീഹൈഡ് റെസിൻ. അപ്പോൾ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. തെർമോ പ്ലാസ്റ്റിക് പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡും അഥവാ PVCയും. തെർമോ സെറ്റിങ്ങിന് ബേക്കലൈറ്റും മെലാനിൻ ഫോർമാൽ ഡീഹൈഡ് റെസിൻ. ബേക്കലൈറ്റ് എന്നാണ് ലോകത്ത് ആദ്യമായി നിർമ്മിച്ച കൃത്രിമ പ്ലാസ്റ്റിക്കാണെന്ത്? ബേക്കലൈറ്റ്. അത് കണ്ടെത്തിയത് ആരാണെന്ന് നമ്മൾ നേരത്തെ കോളത്തിൽ പറഞ്ഞതാണ്. മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മറന്നവർക്കാണെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ബെൽജിയൻ ശാസ്ത്രജ്ഞനായ ലിയോ ബേക്കലൻ്റാണ് ബേക്കലൈറ്റ് കണ്ടെത്തിയത്. 1909 ലിയോ ബേക്കലൻഡ്, ബെൽജിയൻ ശാസ്ത്രജ്ഞനായ ലിയോ ബേക്കലൻ്റാണ് ബേക്കലൈറ്റ് നിർമ്മിച്ചത്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ്. ഇപ്പോൾ ബേക്കലൈറ്റ് എന്താണ്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. ബേക്കലൈറ്റ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ കണ്ടെത്തിയ ആളെന്തായാലും മറക്കരുത്. അതുകൊണ്ടാണ് ഞാനതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തത്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ബേക്കലൈറ്റ്, അതേപോലെ മെലാമിൻ ഫോർമാൽ ഡീഹൈഡ് റെസിൻ എന്നിവ. അപ്പോൾ ബേക്കലൈറ്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എവിടെയാണ്? പ്ലഗുകൾ, സ്വിച്ചുകൾ, അതുപോലെ ബട്ടണുകൾ, അതുപോലെ വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ബേക്കലൈറ്റാണ്. ബേക്കലൈറ്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എവിടെയൊക്കെയാണ്? പ്ലഗുകൾ, നമ്മളെ വീട്ടിലെ പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റാണ്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ എന്തോർക്കണം? ഇത് തെർമോ പ്ലാസ്റ്റിക്കാണ്, ഇത് PVC ആണ് ഇതിൻ്റെ
മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് എന്ന് നമ്മൾ ഓർക്കണം. ഇനി നമ്മൾ വീട്ടിൽ സ്വിച്ച് ഇടുമ്പോൾ നമ്മൾ ഇത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്, ഇത് ബാക്കലൈറ്റ് ആണ് എന്ന് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സംഭവങ്ങളാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇനി മെലാഫിൻ ഫോർമാൽ ഡീഹൈഡ് റെസിൻ ഉപയോഗിക്കുന്നത് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന്. നമ്മൾ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണെന്ത്? മെലാമിൻ ഫോർമാൽ ഡീഹൈഡ് റെസിൻ. മെലാമിൻ ഫോർമാൽ ഡീഹൈഡ് റെസിൻ ഉപയോഗിക്കുന്നത് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനാണ്. അപ്പോൾ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? മെലാമിൻ ഫോർമാൽ ഡീഹൈഡ് റെസിന്. ഇത് ഒരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. അപ്പോൾ ആ കൺസെപ്റ്റും അതിൻ്റെ ഉദാഹരണം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ കോളം നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം ഇത് നമുക്ക് ഡെയിലി യൂസില്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇനി പ്ലാസ്റ്റിക് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. ഇനി പ്ലാസ്റ്റിക് കൊണ്ട് എന്തുണ്ട്? മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള സാധനങ്ങളാണ് എന്ന് പറഞ്ഞു, പക്ഷേ ഇത് പ്രകൃതിക്ക് ദോഷമാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് മലിനീകരണവും ഉണ്ടാകുന്നു, മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ അത്ഭുത വസ്തുവായി പരിഗണിച്ചിരുന്ന പ്ലാസ്റ്റിക് ഇന്ന് എന്താണ്? പരക്കരെ ഒഴിവാക്കപ്പെടേണ്ട ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. ലോകവ്യാപകമായി തന്നെ പ്ലാസ്റ്റിക്കുകളുടെ ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും എന്താണ്? ചില നിയന്ത്രണങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും പല സ്ഥലങ്ങളിലും എന്തുണ്ട്? പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. ആശുപത്രികളിലും മൃഗശാലകളിലും പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് പ്ലാസ്റ്റിക് അപകടകാരിയാവുന്നത്? അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ എന്താണ്? പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് എന്ത്? മെയിനായിട്ട് കാരണം. പ്ലാസ്റ്റിക് മനുഷ്യൻ്റെ ഉപയോഗത്തിലുള്ള പ്രശ്നം കാരണമാണെന്ത്? അതൊരു പ്രകൃതിക്ക് ദോഷമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുന്നത് മനുഷ്യൻ്റെ ഉപയോഗത്തിലുള്ള യുക്തിരഹിതമായ പ്രവർത്തനമാണ്. ഈ പ്ലാസ്റ്റിക് താഴെ തന്നവയിൽ എന്തൊക്കെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളോട് കണ്ടെത്താനാണ്. വനസംരക്ഷണം, ഗാർഹിക ഉപയോഗം, ആരോഗ്യരംഗം, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിലൊക്കെ പ്ലാസ്റ്റിക് എന്തൊക്കെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 4R ശീലിക്കാം എന്നുള്ളത്. എന്താണ് 4R എന്ന് പറഞ്ഞാൽ? റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. 4R. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് പിന്തുടരാൻ പറ്റുന്ന ഒരു ശീലമാണിത് 4R. 4R എന്ന് പറയുമ്പോൾ ഈ ആറുകൾ 4 എണ്ണമാണ്. അപ്പോൾ റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടി നമുക്ക് പിന്തുടരാവുന്ന ഒരു ശീലമാണെന്ത്? 4R. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. അപ്പോൾ അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കുക. റെഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉപയോഗം കുറയ്ക്കുക. റീയൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചവ തന്നെ എന്തുണ്ട്? വീണ്ടും ഉപയോഗിക്കുക. റെഫ്യൂസ് എന്ന് പറയുമ്പോൾ നൽകാതിരിക്കുക, പ്ലാസ്റ്റിക് ആർക്കും കൊടുക്കാതിരിക്കുക. അതേപോലെ പ്ലാസ്റ്റിക് നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ നൽകാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക. ഇനി റീസൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? പുനഃചംക്രമണം ചെയ്ത് കണ്ട് ഉപയോഗിക്കുക. റീസൈക്കിൾ എന്ന് പറയുമ്പോൾ അത് വീണ്ടും നമ്മൾ മറ്റുള്ള ഒരു രൂപത്തിൽ അത് നമ്മൾ പുനഃചംക്രമണം ചെയ്ത് കണ്ട് ഉപയോഗിക്കുക. അപ്പോൾ 4R എന്താണെന്നുള്ളത് പറഞ്ഞു. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ എന്നുള്ള ആ കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മളെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദോഷങ്ങൾ തടയുന്നത് നമുക്ക് പിന്തുടരാവുന്ന ഒരു ശീലമാണ് ഈ 4R. ഇനി അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാനും മറ്റ് എന്തൊക്കെ നമുക്ക് മെത്തേഡുകൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമാണ് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. അതേപോലെ സൽക്കാരങ്ങൾ, കല്യാണങ്ങളിലൊക്കെ ഗ്ലാസ്, സിറാമിക്, സ്റ്റീൽ എന്നിവ കൊണ്ടുള്ള പാത്രങ്ങളോ പ്രകൃതിദത്ത വസ്തുക്കളോ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുവിധം പ്ലാസ്റ്റിക്കിനെ തടയാൻ കഴിയും. അതുപോലെ പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾക്ക് പകരം കടലാസ്, തുണി, സസ്യഭാഗങ്ങൾ എന്നിവ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. എന്നിവ കൊണ്ടുള്ളവ ഉപയോഗിക്കുക. ഇപ്പോൾ കൃത്രിമ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ അലങ്കാര വസ്തുക്കൾക്ക് പകരം പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടി.
ഇനി ഇവിടെ പ്ലാസ്റ്റിക്കും മൈക്രോണും. പ്ലാസ്റ്റിക്കുകളുടെ കനം എന്താണ്? മൈക്രോൺ യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് എന്ത്? മൈക്രോൺ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ യൂണിറ്റ്. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 - 6 ആണ് എന്ത്? ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10 - മീറ്റർ ആണ് ഒരു മൈക്രോൺ. 0.00 അങ്ങനെ 5.1 മീറ്ററാണെന്ത്? ഒരു മൈക്രോൺ എന്ന് പറഞ്ഞത്. 40 മൈക്രോണിൽ താഴെ കനമുള്ള പ്ലാസ്റ്റിക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്നതിനാൽ ഇവയുടെ ഉപയോഗം പലയിടത്തും നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ 40 മൈക്രോണിൽ താഴെ കനമുള്ള പ്ലാസ്റ്റിക്കുകൾ എന്താണ്? പെട്ടെന്ന് പൊട്ടിപ്പോകുകയും അതേപോലെ വലിച്ചെറിയപ്പെടുകയും ചെയ്യും എന്നതുകൊണ്ട് എന്താണ്? ഇവയുടെ ഉപയോഗം കുറച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 - 6 മീറ്ററാണ് എന്ത്? ഒരു മൈക്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ 1/10 മീറ്ററാണ്. 1/10 മീറ്ററാണ് എന്ത്? ഒരു മൈക്രോൺ. 1/10 അല്ല, 10/6 മീറ്ററാണ് എന്ത്? ഒരു മൈക്രോൺ എന്ന് പറയുന്നത്. അത് അങ്ങനെയും പറയാം, അതുപോലെ 10 - 6 മീറ്റർ എന്നും പറയാം. ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പോളിത്തീന്, പോളിപ്രൊപ്പീൻ മുതലായവ കൊണ്ട് നിർമ്മിക്കുന്ന ക്യാരി ബാഗുകൾ, ബോട്ടിലുകൾ എന്നിവയെ ഉന്നത താപനിലയിൽ വായുവിൻ്റെ അധിക സാന്നിധ്യത്തിൽ പൂർണ്ണമായി കത്തിച്ചാൽ CO2, H2O എന്നിവയ്ക്കൊപ്പം ധാരാളം ഊർജ്ജവും സ്വതന്ത്രമാകാറുണ്ട്. അപ്പോൾ ബോട്ടിലുകൾ അല്ലെങ്കിൽ ക്യാരി ബാഗുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെന്ത്? പോളിത്തീനും പോളിപ്രൊപ്പീനും എന്താണ്? പ്ലാസ്റ്റിക്കുകളും ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ക്യാരി ബാഗുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറുകളാണെന്ത്? പോളിത്തീനും പോളിപ്രൊപ്പീനും. ഇതെന്ത് ചെയ്യുക? ഇവ ഉന്നത താപനിലയിൽ വായുവിൻ്റെ അധിക സാന്നിധ്യത്തിൽ പൂർണ്ണമായി കത്തിച്ചാൽ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും ജലവും അതിൻ്റെ കൂടെ ഊർജ്ജവും ലഭിക്കാറുണ്ട്. അപ്പോൾ ഹൈഡ്രോ കാർബൺ പോളിമറുകളെ ഉന്നത മർദ്ദത്തിലും താപനിലയിലും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? പോളിമർ തന്മാത്രകൾ വിഘടിച്ച് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ വാതകം ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സംവിധാനം നമ്മുടെ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ബേസിക് കാര്യമാണ്. ഇനിയാണ് നമുക്ക് പുനഃചംക്രമണ ചിഹ്നങ്ങളാണ് പ്രധാനപ്പെട്ട ചിഹ്നമാണ്. ചിലപ്പോൾ നമുക്ക് PSC ചിഹ്നം തന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചംക്രമണം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് എന്താണ്? അവ ഏത് തരം പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനായിട്ട് വിവിധ പ്ലാസ്റ്റിക്കുകളെ പുനഃചംക്രമണ ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്. 1 മുതൽ 7 വരെയുള്ള നമ്പറുകളിൽ ആലേഖനം ചെയ്ത ത്രികോണാകൃതിയിലുള്ള അസ്ത്രങ്ങളാണെന്ത്? ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ത്രികോണാകൃതിയുള്ള അസ്ത്രങ്ങളാണ് ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ 1 മുതൽ 7 വരെ നമ്പർ ഉണ്ട്. ആ നമ്പറിനനുസരിച്ചാണ് നമ്മൾ ഇത് ഏത് തരം പ്ലാസ്റ്റിക്കാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട നമ്പറുകളാണ് അത് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് 1 പറയുമ്പോൾ എന്താണ്? പോളി എത്തിലിൻ ടെറിത്താലേറ്റാണ്. പോളി എത്തിലിൻ ടെറിത്താലേറ്റ് അഥവാ PETE ആണ്. ഇനി 2 എന്ന് പറയുമ്പോൾ അതെന്താണ്? സാന്ദ്രത കൂടിയ പോളി എത്തിലീനാണ്. HDPE, സാന്ദ്രത കൂടിയ പോളി എത്തിലീനാണ്. 3-മത്തേത് നമ്മളൊക്കെ സാധാരണ നമ്മുടെ എല്ലാ PVC വീട്ടിൽ ഉപയോഗിക്കുന്ന PVC പൈപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പോളി വിനൈൽ ക്ലോറൈഡ്. V എന്നാണ് അതിൻ്റെ ലെറ്റർ. പോളി വിനൈൽ ക്ലോറൈഡ്. 4-മത്തേതാണ് സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീനാണ്. LDPE. നമ്പർ 4 എന്ന് പറയുമ്പോൾ സാന്ദ്രത കുറഞ്ഞ പോളി എത്തിലീനാണ്. LDPE. ഇനി നമ്പർ 5 ആണ് എങ്ങനെ? പോളിപ്രൊപ്പിലീനാണ്. പോളിപ്രൊപ്പിലീൻ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ക്യാരി ബാഗുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, വാട്ടർ ബോട്ടിലുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിപ്രൊപ്പിലീൻ, അത് നമ്പർ 5 ആണ്. അതിൻ്റെ പോളി PP എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ വരും. ഇനി നമ്പർ 6 ആകുമ്പോൾ പോളിസ്റ്റെറീൻ, PS എന്ന് ഇംഗ്ലീഷിൽ വരും. നമ്പർ 6 പോളിസ്റ്റെറീൻ. ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? S എന്നുള്ളതുകൊണ്ട് എന്താണ്? 6.
അതുപോലെ പോളിസ്റ്റെറീൻ. ഇനി അതർ മറ്റുള്ള പ്ലാസ്റ്റിക്കുകൾ എങ്ങനെയാണ്? നമ്പർ 7 എന്ന് പറയുമ്പോൾ അതറാണ്, മറ്റുള്ള പ്ലാസ്റ്റിക്കുകളാണ്. അപ്പോൾ ഈ ചിഹ്നങ്ങളൊന്ന് പ്രധാനപ്പെട്ടതാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ 7 ചിഹ്നങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ PVC നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും 3 എന്നുള്ളത്. അത് നമ്മുടെ എല്ലാ പൈപ്പിലും എടുത്തു നോക്കിയാൽ ഈ ചിഹ്നം കാണാം. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഈ മൊഡ്യൂളല്ല ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് പഠന ഭാഗത്തുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഇവിടെയുള്ള ഒരു ഈ കോളുണ്ട്, ഇതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. മോണോമറുകളും അതിൻ്റെ പോളിമറുകളും ഏതൊക്കെയെന്നുള്ളത്. ഇഥീൻ എന്ന മോണോമർ ഏതാണ്? ഇഥീനാണ്. അതിൻ്റെ പോളിമർ പോളി ഇഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ. അപ്പോൾ പോളിത്തീൻ്റെ മറ്റൊരു പേരാണ് പോളി ഇഥീൻ. അപ്പോൾ മോണോമർ ഏതാണ്? ഇഥീൻ എന്ന മോണോമറാണ് എന്ത്? പോളി ഇഥീൻ. അപ്പോൾ നമുക്ക് ചോദ്യം വരാം, പോളിത്തീൻ്റെ മോണോമർ ഏതാണ് ചോദിച്ചാൽ ഇഥീനാണ്. അത്തീൻ, ഇഥീൻ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. പ്രൊപ്പീനാണെങ്കിലോ പോളിപ്രൊപ്പീൻ, അത് പേരിൽ തന്നെ കിട്ടും. പോളിപ്രൊപ്പീൻ്റെ മോണോമർ പ്രൊപ്പീനാണ്. ഇനി എസ്റ്ററിൻ്റെ ആണെങ്കിലോ പോളിസ്റ്ററിൻ്റെ മോണോമർ ഏതാണ്? എസ്റ്ററാണ്. പോളിസ്റ്ററിൻ്റെ മോണോമർ എസ്റ്ററാണ്. വിനൈൽ ക്ലോറൈഡ്, PVCയുടെ വിനൈൽ ക്ലോറൈഡ്. ഇപ്പോൾ വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVCയുടെ മോണോമർ ഏതാണ് ചോദിച്ചാൽ വിനൈൽ ക്ലോറൈഡാണ്. ഈ ഒരു കോളം നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ നോട്ടിൽ ഇത് മനസ്സിലാക്കി പോകണം, കാരണം ക്വസ്റ്റ്യനൊക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പോളിമറും മോണോമറുകളും എന്താണ് എന്നുള്ളത്. ഇപ്പോൾ പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? ഇഥീനാണ്. പോളിപ്രൊപ്പീൻ്റെ പ്രൊപ്പീനാണ്. പോളിസ്റ്ററിൻ്റെ എസ്റ്ററാണ്. വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVCൻ്റെ മോണോമർ വിനൈൽ ക്ലോറൈഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.